ദച്ചൂട്ടനെ കൊണ്ടുള്ള മുടി വെട്ടാൻ പോക്ക് ഒരു വലിയ ടാസ്ക്കായി മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത്ര വലിയ ടാസ്ക്കൊന്നും ആയില്ല കേട്ടോ. നേരെ ബാർബർ ഷോപ്പിൽ പോയി. അയ്യോ സോറി, ബാർബർ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ തന്ത വൈബായി പോകും. ആസൻ ബ്യൂട്ടി പാർലർ. അവിടെ ഹെയർ സ്റ്റൈലിസ്റ്റ് രണ്ടുപേരുണ്ടായിരുന്നു. ചെക്കൻ അടങ്ങിയിരിക്കാൻ വേണ്ടി ഒരു തീപ്പെട്ടിയും കൊണ്ടാണ് പോയത്. തീപ്പെട്ടി കയ്യിലുണ്ടെങ്കിൽ കുറേ നേരം അതും കൊണ്ട് സ്പെൻഡ് ചെയ്തോളും. എത്ര വലിയ കൊല കൊമ്പന്മാരാണെങ്കിലും മുടിവെട്ടാൻ പോകുമ്പോഴാണല്ലോ തല കുലിക്കേണ്ടി വരുന്നത്. പക്ഷേ ദച്ചൂട്ടൻ വളരെ ഡീസൻ്റ് ആയതുകൊണ്ട് വലിയ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ മുടി വെട്ടിക്കഴിഞ്ഞു. തൊട്ടടുത്ത സീറ്റിൽ ഒരു ചേട്ടൻ ഇരുന്ന് താടി ഷേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ താടിയിൽ എന്ത് കലാപരിപാടിയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാണ് അവൻ ഇരുന്നത്. അക്കൂട്ടത്തിൽ അവൻ്റെ മുടിയും വെട്ടുന്നുണ്ടായി. മുടി വെട്ടുമ്പോൾ നമ്മുടെ മുഖം കണ്ണാടിയെ കാണാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആശാനെ പിടിച്ചിരുത്തിയതും അതുതന്നെയാണ്. കാരണം ഒരു വയസ്സായതേ ഉള്ളെങ്കിലും കണ്ണാടി നോക്കി സ്വന്തം മുഖം നോക്കലാണ് ആശാൻ്റെ മെയിൻ ഹോബി. കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ചിരിച്ചു കാണിക്കുക, കരഞ്ഞു കാണിക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. ഇപ്പം നോക്കുന്ന നോട്ടയില്ലേ, അത് അടുത്ത സീറ്റിൽ ഇരുന്നിട്ട് ആ ചേട്ടൻ്റെ താടി ഷേപ്പ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കരച്ചിലാണെങ്കിലും ഫോണിലെ ക്യാമറ ഓണാക്കുമ്പോൾ ആശാൻ കരച്ചിൽ നിർത്തും. പിന്നെ ക്യാമറ ഓഫാക്കുമ്പോഴായിരിക്കും കണ്ടിന്യൂറ്റിക്ക് വേണ്ടി വീണ്ടും കരയുന്നത്. എൻ്റെ തലയിലെ മുടിയിൽ എന്തേലും ചെയ്യും, അപ്പുറത്തിരിക്കുന്ന ചേട്ടൻ്റെ താടിയിൽ എന്താ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നതാണ് ആശാൻ്റെ ഭാവം. മുടി വെട്ടി കഴിയുന്നവരെ വികൃതിയൊന്നുമില്ലാതെ അടങ്ങിയിരുന്നത് സ്വന്തം തലയിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് മിററിലൂടെ കാണാമെന്നുള്ളത് കൊണ്ടും പിന്നെ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കുന്നത് കൊണ്ടുമാണ്. അത്ര വലിയ പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഏറെ കുറേയൊക്കെ മുടി വെട്ടി സെറ്റാക്കി തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി അവൻ്റെ കയ്യിലാണ്. സമയം കുറേ നേരം ആയപ്പോഴും ഇതിതുവരെ കഴിഞ്ഞില്ലേ എന്ന ഭാവത്തിലായി പിന്നെ അവൻ്റെ നോട്ടം. അങ്ങനെ ഞങ്ങൾ വിജയകരമായി മുടിവെട്ടി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടാറ്റ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. ദച്ചൂട്ടാ ഒരു ടാറ്റ പറയൂ. ടാറ്റ കുട്ടാ, ടാറ്റ പറയ്.